Hi friends, Mr. Randa പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്മിച്ച് എന്ന കമ്പനിയുടെ RGB സ്മാർട്ട് ബൾബാണ്. ഇതിപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ബൾബുകളൊന്നാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡുമാണ്. ഇത് ഫുള്ളി മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇത് മാനുഫാക്ചർ ഒക്കെ ചെയ്യുന്നത് കോയമ്പത്തൂരിലാണ് ഇതിൻ്റെ ഫാക്ടറിയൊക്കെ. ഇവർ കറൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഈ ഒരു ബ്രാൻഡ്. 499 രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ വില. ഇത് 7 വാട്ട്സ് ആണ്. ഇതിൻ്റെ തന്നെ 10 വാട്ട്സ് ഉണ്ട്. അതിന് 699 രൂപയാണ്. അപ്പോൾ ഈ റേഞ്ചിലുള്ള ബാക്കിയുള്ള സ്മാർട്ട് ബൾബ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ സിസ്കെ ആയാലും ഷവോമിയുടെ ലൈറ്റ് ആയാലും രണ്ടും ഏകദേശം 1000-1000 മുകളിലാണ് റേഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി റേറ്റ് ഉള്ളൂ. ഇത് ഞാൻ വാങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിലാണ് ഈ ബൾബ് വാങ്ങുന്നത്. ഒരെണ്ണമല്ല കേട്ടോ വാങ്ങിയത്, 4 വാങ്ങിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയുടെ സമയത്താണ്. അന്ന് എനിക്ക് ഇത്രയും വിലയൊന്നും ആയില്ല. അന്ന് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു 199 രൂപ എന്ന് പറഞ്ഞിട്ട്. ഞാനത് വാങ്ങിയത് 152 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് നോക്കി കാണാം. അതായത് ഇപ്പോൾ 4 ബൾബിനും കൂടി എനിക്ക് ഏകദേശം 600-610 രൂപയുടെ ഉള്ളിൽ 4 സ്മാർട്ട് ബൾബ് കിട്ടി. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പുതിയൊരു കമ്പനി ലോഞ്ച് ചെയ്യണ്, 150 രൂപയുള്ള ഒരു സ്മാർട്ട് ബൾബ് അല്ല എന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് വാങ്ങി. പക്ഷേ വാങ്ങിയതിന് ശേഷമാണ് ഇവരുടെ ബ്രാൻഡ് നന്നായിട്ട് ബിൽഡായി. ഇപ്പോൾ ഏകദേശം 499 രൂപയാണ് ഈ സെയിം മോഡൽ ബൾബിന് വില. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ മോഡലായ കാരണം ഇതിലുള്ളത് E27 പ്ലഗ്ഗാണ്. E27 എന്ന് പറഞ്ഞാൽ ത്രെഡ് പോലത്തെയാണ്, തിരിച്ച് കയറേണ്ടതാണ്. അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് എനിക്ക് എൻ്റെ റൂമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നോർമൽ ഹോൾഡർ ആയിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതേവരെ ഇത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാതെ പോലെ ഇരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന 499 രൂപയുടെ ബൾബ് എന്ന് പറയുന്നത് നോർമൽ പ്ലഗിൻ്റെ പോലത്തെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം ഈ ഒരു മോഡൽ ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോൾഡറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നേരിട്ട് പ്ലഗ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇതിനൊരു ഹോൾഡറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് തുറന്ന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കും ബാക്കിയുള്ള കാര്യത്തിലേക്കും നോക്കി നോക്കാം. ജസ്റ്റ് കൺട്രോൾ യുവർ ഇതിലെ കൺട്രോൾസ് എന്ന് പറയുന്നത്, അതായത് ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ വേൾഡിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ വഴി ഇതിൻ്റെ കളേഴ്സോ അത് സ്വിച്ച് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ പറ്റും. 16 മില്യൺ കളേഴ്സ് ഉണ്ട്. FX എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഉണ്ട്. ഇത് ഷവോമിയുടെയും സിസ്കയുടെ LED ലൈറ്റിനൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കാരണം ഷവോമിയുടെ ലൈറ്റും എൻ്റെ ഉണ്ട്. അതിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം മ്യൂസിക്കിനനുസരിച്ച് ഈ ഒരു ലൈറ്റ് സിങ്ക് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം നോക്കി ചെയ്യാം. പിന്നെ സീൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ചുള്ള കളർ ടൂൺ ആക്കാൻ പറ്റും മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് സാധനം ഇതിൽ സെറ്റ് ചെയ്തിട്ട് മൊബൈലിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനുശേഷം ഇത് ഗൂഗിൾ വോയിസ് കമാൻഡിലൂടെ നമുക്ക് കളർ ചേഞ്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ ഇതിന് മുമ്പത്തെ ഷവോമിയുടെ ബെഡ് സൈഡ് ലാമ്പിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ മുകളിൽ കാർഡിലും കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ള കണ്ടൻസ് നോക്കി നോക്കാം. ഓപ്പൺ ചെയ്ത പാടെ വരുന്ന സ്മിച്ചിൻ്റെ മാനുവലാണ്. ചെറിയൊരു ഇതാണ് ബൾബ്. ഇത്രയേ ഉള്ളൂ സാധനം. സോ ഇതാണ് ഞാൻ പറഞ്ഞ E27 പ്ലഗിങ്. ത്രെഡ് പോലെയാണ് ഇത്, തിരിച്ച് ഉള്ളിക്കയറണം. നമുക്ക് ഏതായാലും ഇത് ഫിക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതെൻ്റെ മറ്റേ ഹാരിസണിൻ്റെ ലൈറ്റ് കിറ്റാണ്. അതിൽ ത്രെഡാണ് തിരിച്ച് കയറ്റുന്നത്. തിരിച്ച് ഇത് ഫിറ്റ് ചെയ്ത്, അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഞാനിത് ഓണാക്കാണ്. എന്നിട്ട് ഞാൻ മെയിൻ ലൈറ്റ് ഓഫ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് മനസ്സിലാവാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊരു ലൈറ്റ് പിങ്കിൻ്റെ കളറാണ് തോന്നുന്നത്. നമുക്കിനി ഏതായാലും മൊബൈലിൽ ഇത് സെറ്റ് ചെയ്യാം. ആദ്യം സ്മിച്ച് എന്ന് പറഞ്ഞൊരു ആപ്പ് വേണം ഇതിന്, ഇവരുടെ തന്നെ. എന്നാലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനത് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ അടിയിൽ തന്നെ, ഈ ബോക്സിൻ്റെ അടിയിൽ തന്നെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് കിട്ടാവുന്നതാണ്. അല്ലെങ്കിൽ സ്മിച്ച് നിന്ന് ചുമ്മാ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാ ആപ്പ് രജിസ്റ്റർ ചെയ്യണം പറഞ്ഞ ഇമെയിൽ ID പാസ്വേഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് സൈനപ്പ് ചെയ്ത്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഡിവൈസ് സെറ്റപ്പാണ്. ഏതാണ് നിങ്ങളുടെ ഡിവൈസ്. ഇവർക്ക് 4 ഡിവൈസാണുള്ളത്. അതായത് ബൾബുകളുണ്ട്, പ്ലഗുകളുണ്ട്, സ്മാർട്ട് സ്വിച്ചുകളുണ്ട്, പിന്നെ സ്മാർട്ട് വോയിസ് കൺട്രോളബിൾ ഡിവൈസ് ഉണ്ട്. അതായത് ഇതെല്ലാം വോയിസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനുള്ളത്. പക്ഷേ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ട് തന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് കാണിച്ചത്. അതായത് ഇത് മെയിൻ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്താണ് അത് ഗൂഗിളിൽ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ബൾബ് സെലക്ട് ചെയ്യുക. ബൾബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൾബ് കണക്റ്റഡായി. ഇൻ്റർനെറ്റ് എന്നാണ് ഓപ്ഷൻ കൊണ്ട് നേരിട്ട് മൊബൈൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ മൊബൈൽ വെച്ചിട്ടും ഡയറക്റ്റ്ലി ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇൻ്റർനെറ്റ് എന്ന രീതിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർനെറ്റ് കൊടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്യാണ്. ഒരു കോൺഫിഗറേഷൻ ചെയ്തു, വൈഫൈ നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു, വൈഫൈയുടെ പാസ്വേഡ് അടിച്ചു, സെറ്റ് ചെയ്യണം, കോൺഫിഗർ ചെയ്തു, ഓക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് കൊടുത്തതാ ഇപ്പോൾ ഓണായി കിടക്കണം. അപ്പോൾ ബൾബിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഓഫാക്കാൻ ഓണാക്കാൻ പറ്റും. ഓഫാക്കി കഴിഞ്ഞാൽ ഇതാ ഓഫായി. ഓണാക്കാം. ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും.
ഇതിപ്പോൾ ഏറ്റവും കുറച്ച് ഇൻറ്റൻസിറ്റി, ഇത് ഏറ്റവും ടോപ്പ് ഇൻറ്റൻസിറ്റി. പിന്നെ ഇതിലുള്ള ഓപ്ഷൻ അടിയിൽ സീൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവി എന്ന് പറഞ്ഞ സീൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ പ്ലസ് കൊടുത്തിട്ട് നമുക്ക് സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര ബൾബ് വേണോ അത് ആഡ് ചെയ്യാം. നമുക്ക് എല്ലാ ബൾബ് ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നോക്കാം. ഇത് ബെഡ്റൂം 1-ലാണ് ഈ ഡിവൈസ് വന്നിരിക്കുന്നത്. ബെഡ്റൂം 2-ലേക്ക് നമുക്ക് വേറെ രണ്ടാമത്തെ ബൾബ് കൊടുക്കാം, ഹാളിലേക്ക് ഒരെണ്ണം കൊടുക്കാം, കിച്ചണിലേക്ക് ഒരെണ്ണം കൊടുക്കാം. അപ്പോൾ 4ലേക്ക് ഓരോന്ന് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് തനിത്തനായിട്ട് കൺട്രോൾ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ എത്ര മണിക്ക് ഓഫ് ആവണം, ഇപ്പോൾ രാത്രി ഇത്ര മണിക്ക് ഓൺ ആവണം എന്നൊക്കെ നമുക്ക് ഇതിൽ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് നോക്കാം. ഒരു ഗ്രീനിലേക്ക്, ഗ്രീന്, ഒരു ബ്ലൂവിലേക്ക് കൊണ്ട് നോക്കാം. കളേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നു വീഡിയോയിൽ. ഇതിപ്പോൾ റെഡിലേക്ക് മാറി. അപ്പോൾ കളേഴ്സൊക്കെ നന്നായിട്ട് വൈറ്റിലേക്കാണെങ്കിൽ സെൻറ്ററിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വൈറ്റായി. നല്ല വെളിച്ചമുണ്ട് 7 വാട്ട്സിൻ്റെ. നമുക്ക് അടുത്ത ഓപ്ഷനിൽ ഇത് റാൻഡമായിട്ട് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് റാൻഡമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡമായിട്ടുള്ള കളേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. അത് കൊള്ളാമല്ലോ. സ്ട്രോബ്, ഇത് കൊള്ളാം. ഇതൊരു എഫക്റ്റ്. പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് അടിച്ചു വിളിക്കാം. ക്യാൻഡിൽ, ഇത് മെഴുകത്തിരി മിന്നണ പോലെ ചെറിയൊരു ഫ്ലിക്കറിങ്ങോടെ, അത് കൊള്ളാം. സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. നോർമൽ ഇപ്പോഴത്തെ കളർ ഏതാണ് അതിൽ സ്റ്റോപ്പ് ആവും. ഇനി ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്നുള്ള കളേഴ്സ് പിക്ക് ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് എടുത്ത് ഈ ഇമേജിലുള്ള കളേഴ്സ് ഏതൊക്കെയാണ് അതനുസരിച്ച് ഇപ്പോൾ അതിലത്തെ പച്ച സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് കളർ മാറും. ഓക്കെ, ഇതും കൊള്ളാം. ഇനി നമുക്ക് മ്യൂസിക് എഫക്റ്റ് കൂടി നോക്കി നോക്കാം. ഇത് ബാക്കിയുള്ള ലൈറ്റ്സിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സിസ്കയിൽ ഉണ്ടോയെന്ന് എനിക്ക് അധികം ഉറപ്പില്ല, എന്നാലും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഷവമിയുടെ MI ലൈറ്റിലില്ല, കാരണം അത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഈ ഒരു ഫീച്ചറില്ല. നമുക്ക് ഈ ഒരു ഫീച്ചർ ഇതിൽ നോക്കി നോക്കാം. കാരണം 499 രൂപയുടെ ഒരു ലൈറ്റിന് ഈ ഒരു ഫീച്ചറും കൊണ്ട് അടിപൊളിയല്ലേ. നമുക്ക് നോക്കി നോക്കാം. ഇതിൽ കൊടുത്തേക്കുന്നത് പ്ലേ മ്യൂസിക് ഓൺ തന്നെ എക്സ്റ്റേണൽ. ഞാൻ വർത്താനം പറയുമ്പോൾ തന്നെ കളർ മാറുന്നു. അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് ഫോണിൻ്റെ അടുത്ത് വെച്ചാൽ മതി എന്നാണ് ഇത് ഓണാക്കിയിട്ട്. ഇതിൽ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാനുള്ളതും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ വർത്താനം പറയുമ്പോൾ നന്നായിട്ട് തോന്നുന്നത്. ഞാനേതായാലും സിനിമ പാട്ടൊന്നും വയ്ക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ക്ലെയിം വരും. ഞാൻ സാധാരണ പാട്ട് വയ്ക്കാം. ഞാനിപ്പോൾ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് എൻ്റെ മൊബൈൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അത് നമുക്കൊരു സ്ലോ മെലോഡി നോക്കി നോക്കാം. അതായത് ഓരോ നോട്ട്സ്, അതായത് ആ ഒരൊച്ച വരുമ്പോഴും ഇത് കളർ മാറുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർത്താനം പറയുമ്പോൾ തന്നെ മാറും. നമുക്ക് കുറച്ച് റോക്കായിട്ടുള്ള പാട്ട് നോക്കി നോക്കാം. ഗിറ്റാറും പൊളി സാധനമൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നേരത്തെ വെച്ച പാട്ടിനേക്കാളും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫീച്ചർ അടിപൊളിയാണ്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ എന്താ ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ ഫ്രണ്ട്സൊക്കെ ഒത്തുകൂടുമ്പോൾ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മ്യൂസിക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു എന്താ പറയുക, ഒരു ക്ലബിൻ്റെ ഫീലൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചർ വളരെ അടിപൊളി ഫീച്ചറായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതാണ്. ഇപ്പോൾ ഇതിൽ ബാക്കിയുള്ള ഫീച്ചറും എല്ലാ സ്മാർട്ട് ബൾബിലും ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ ആദ്യമായിട്ട് കാണുന്നത്. ഇത് സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ലൈറ്റും കൂടിയും ഇതിൽ കണക്ട് ചെയ്യാം. അതായത് എനിക്ക് ബാക്കിയുള്ള 3 ബൾബ് കൂടി ഉണ്ട്. അത് 3 കൂടിയും കണക്ട് ചെയ്തിട്ട് എല്ലാം ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബൾബും തനിത്തനിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് ഗൂഗിൾ വോയിസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 4 ബൾബും ഇതേപോലെ ഓരോ ബെഡ്റൂമും കിച്ചൺ ഹോളാക്കിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലൂ കളറുള്ളത് ബെഡ്റൂം 1, ഇത് ചുമപ്പ് ബെഡ്റൂം 2, ഇത് ഗ്രീന് ഹാള്, ഈ പർപ്പിള് കിച്ചൺ. ഇനി അതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ഇത് ഇങ്ങനെ ഗൂഗിളായിട്ട് സിങ്ക് ചെയ്യാൻ നോക്കി നോക്കാം. അതിനായിട്ട് ഗൂഗിൾ ഹോമിൽ പോവുക. ഗൂഗിൾ ഹോമിൽ പോയിട്ട് ഈ പ്ലസ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് സെറ്റപ്പ് എ ഡിവൈസ് എന്നുണ്ട്. സെറ്റപ്പ് എ ഡിവൈസ് ഹാവ് സംതിങ് ഓൾറെഡി സെറ്റപ്പ്, അത് കൊടുക്കുക. അതിൽ ചോദിക്കുന്നുണ്ട് ഏതാണെന്ന്. അപ്പോൾ ഞാൻ അതിൽ സ്മിച്ച് കൺട്രോൾ ചെയ്ത് സെർച്ച് ചെയ്തോട്ടെ. സ്മിച്ച് സ്മാർട്ട് ഹോം, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അത് കണക്ട് ചെയ്താൽ അപ്പോൾ അത് എൻ്റെ ഗൂഗിൾ ഹോമിലായിട്ട് കണക്ട് ചെയ്തു.
ഓക്കെ, 4 കണക്റ്റഡായി. ഒക്കെ അൺഅസൈൻഡ് ആണ്. ആഡ് ബെഡ്റൂം 1. നമ്മളിങ്ങനെ ഇതിപ്പോൾ ഓരോന്ന് ഞാൻ ഇതിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതൊക്കെ ബെഡ്റൂമിന് ഏതൊക്കെയാണെന്ന്. അതായത് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതേ സാധനം വീണ്ടും ഇവിടെ റീക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. സെയിം സാധനം തന്നെ, സെയിം സെറ്റിങ്സ് നമ്മൾ ഒരു പ്രാവശ്യം ഗൂഗിളിൽ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 4 നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 അതിൽ ബെഡ്റൂം 1, 2, 3, 4, ഹാള്, കിച്ചൺ എല്ലാം ഉണ്ട്. അപ്പോൾ കിച്ചൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൺ ഓഫായി. ഇനി ഓണാക്കി കഴിഞ്ഞാൽ ഓണാക്കാം. ഇനി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് കളർ വരണമെങ്കിൽ കളർ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ അത് ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആയി. ഇനി തിരിച്ച് റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗൂഗിൾ ഹോമായിട്ട് സെറ്റ് കഴിഞ്ഞ് വോയിസ് വെച്ചിട്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് വോയിസിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് മൈ കിച്ചൺ ലൈറ്റ്. കണ്ടോ? ഓഫ്. സ്വിച്ച് ഓൺ ദ കിച്ചൺ ലൈറ്റ്. Got it. Turning on the kitchen RGB1. ചേഞ്ച് ദ കിച്ചൺ ലൈറ്റ് ടു ഗ്രീൻ. Okay, changing the kitchen RGB1 to green. അപ്പോൾ കണ്ടോ, ഇതേപോലെ നമുക്ക് ഓരോ ബെഡ്റൂമിന് തനിത്തനിയായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ടാണ് ഒരെണ്ണത്തിൻ്റെ തന്നെ മാത്രം കാണിച്ചത്. ഇതിപ്പോൾ ഓരോ ഏതാ പറയുന്നത്, ബെഡ്റൂം 1 എന്ന് പറഞ്ഞാൽ ബെഡ്റൂം 1 ആവും, ബെഡ്റൂം 2 പറഞ്ഞാൽ ബെഡ്റൂം 2 ആവും. അപ്പോൾ അങ്ങനെ തനിത്തനിയായിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സ്മാർട്ട് ലൈറ്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റി. ഇത്രയും വിലക്കുറവിൽ ഇത്രയും ഫെസിലിറ്റീസും ഇതൊക്കെയുള്ള ഒരു സ്മാർട്ട് ബൾബ് എനിക്ക് തോന്നുന്നു വേറെ മാർക്കറ്റിലില്ലെന്ന്. കാരണം ഈ 500 രൂപയുടെ ഒരു ബൾബിൽ എന്താ പറയുക, മ്യൂസിക്കിനനുസരിച്ചുള്ള സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേറെ ലെവൽ സാധനമാണ്. കാരണം ഷവോമിയുടെ 1300 രൂപയുടെ ബൾബ് അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഫീച്ചറൊന്നും ഇല്ല. ആകപ്പാടെ കളേഴ്സ് കൺട്രോൾ ചെയ്യാം, ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം, പിന്നെ ഓൺ ഓഫ്, ഇത്രേ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ മ്യൂസിക്കിൻ്റെ കാര്യം, പിന്നെ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് എന്നുള്ള കളേഴ്സ് എടുത്തിട്ട് അത് വെച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാം. അതല്ലാണ്ട് ഇപ്പോൾ ഒരു സീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീനിനനുസരിച്ച് ഇത് കളർ സെറ്റ് ആവണം. ഇത്രയും ഫീച്ചേഴ്സൊന്നും ഷവോമിയുടെ ബൾബിനില്ല. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത്രയും നല്ലൊരു ഡിവൈസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ ബ്രാൻഡ് തന്നെ ഇറക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ പറ്റും. അഥവാ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയും ഈ പ്രൊഡക്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ കരുതുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ അടിപൊളി സ്മാർട്ട് ഡിവൈസസും പുതിയ അൺബോക്സിങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.